മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ചെറിയൊരു കാര്യം പറയാനാണ് ഈ ഒരു ചെറിയ സന്ദേശം. കേരളത്തിലെ മാധ്യമങ്ങൾ കുറേയൊക്കെ ഭാരതത്തിലെയും വളരെ പെട്ടെന്ന് മാറിയതായിട്ടൊരു തോന്നല്. നിരന്തരം വസ്തുതാപരമായിട്ട് എനിക്ക് ജേർണലിസത്തിൽ ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ ആ ജേർണലിസത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമായതുകൊണ്ട് തന്നെ അത് വലിയൊരു കഴിവായിട്ട് പറയുകയല്ല, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഈ ജേർണലിസ്റ്റുകൾ വാക്കുകളും വരികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നടത്തുന്ന ഡിസ്റ്റോർഷനുകൾ, വ്യംഗ്യാർത്ഥങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവുകൾ, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പറയുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മീഡിയ, TV ആയാലും പ്രിന്റ് മീഡിയ, പേപ്പർ ആയാലും ഒരു അസാധാരണമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. എല്ലാ പാർട്ടികൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കാം. എനിക്ക് അത്ഭുതം തോന്നിയത് 92 സീറ്റ് കിട്ടിയ ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ കൂട്ടരുടെയും ഫോട്ടോ മാതൃഭൂമിയിലെ ഫ്രണ്ടിൽ ഇടത് സൈഡിൽ കൊടുത്തപ്പോൾ ഒരു സീറ്റ് കിട്ടിയ രാജഗോപാലിന്റെ ചിത്രം വല സൈഡിൽ കൊടുത്തു, ഒറ്റ ഫ്രണ്ട് പേജിൽ. എന്നിട്ട് അകത്ത് 3 പേർക്കും, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJPക്കും തുല്യ പ്രാധാന്യം. ഓർമ്മിക്കാൻ, BJPക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. 45 സീറ്റോളം UDFന് കിട്ടിയിട്ടുണ്ട്, 92 സീറ്റ് LDFന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും BJPയെ തമസ്കരിക്കേണ്ടതാണ്. BJP എന്ന വരിയിൽ ആവേശം കൊണ്ടുകൊണ്ട് സംസാരിക്കുകയൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് മാതൃഭൂമിയിൽ ഒരു ടൈറ്റില്, എല്ലാവർക്കും സന്തോഷിക്കാൻ അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. വളരെ രസകരമായിട്ടുള്ള ടൈറ്റില്, നിഷ്പക്ഷമായിട്ടുള്ള വിലയിരുത്തല്, തെറ്റുകളെ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കല്. ഇന്നലെ ജയ്ഹിന്ദ് ചാനൽ, കോൺഗ്രസിന്റെ ചാനലാണ്, ആ രാജഗോപാലിനെ നടത്തിയിരിക്കുന്ന ഇന്റർവ്യൂ കണ്ട് ഞാൻ അത്ഭുതം തോന്നുന്നു. ധന്യമായിട്ട് പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ജയ്ഹിന്ദ് TVയിൽ ഇന്നലത്തെ ആർട്ടിക്കിൾസ്. ഞാൻ ഇൻസിഡന്റലി 2 പ്രഭാഷണം ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ് രാത്രി ഇവിടെ എത്തിയിട്ട് വെറുതെ ഒരു 5 മിനിറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ടതാണ്. എല്ലാ മാധ്യമങ്ങളും കൈരളി ചാനലും അതൊക്കെ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു, മനസ്സിലാക്കാം. അല്ലാത്ത ചാനലും ഇദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മെത്തേഡുകളെ പ്രോത്സാഹിപ്പിക്കുകയും വളരെയേറെ നല്ല വാക്കുകൾ പറയുകയും ചെയ്യാം. നമ്മുടെ നാട് ഭരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിലല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്ത് ഭംഗിയായിട്ടാണ് പത്രമാധ്യമങ്ങൾ ഇത് പ്രസന്റ് ചെയ്തത്. കുറേ പത്രങ്ങൾ ഞാൻ വായിച്ചു. ഞാനത് എടുത്തു പറയാൻ കാരണം, നമ്മളുടെ നാട്ടിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ശരികൾ അഭിനന്ദിക്കാനും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനും കൂടുതലുണ്ടെങ്കിൽ വാരിക്കോരി അഭിനന്ദിക്കാനും നമുക്ക് സാധിച്ചാൽ നല്ലത് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. ഒരു പക്ഷേ ഈ അഴിമതിയുടെ കേസുകളും വിവരണങ്ങളും ഇത്രയും അധികം പുറത്തേക്ക് കൊണ്ടുവന്ന പത്രങ്ങളാണ് ഈ ഇലക്ഷന്റെ ജയത്തിനും തോൽവിക്കും കാരണം. ആര് ജയിച്ചാലും ആര് തോറ്റാലും അതിന് പാകത്തിന് ജനങ്ങളെ തയ്യാറാക്കിച്ചത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് മെയ് മാസം 1-ാം തീയതി മുതൽക്ക്. അതിന്റെ മുമ്പിലുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കണില്ല. അങ്ങനെ പത്രമാധ്യമങ്ങൾ എന്നും ധർമ്മത്തിന്റെ വഴിയിലൂടെ നിൽക്കട്ടെ. ആ 4th എസ്റ്റേറ്റ്, ജുഡീഷ്യറി എന്ന എസ്റ്റേറ്റ്, എക്സിക്യൂട്ടീവ് എന്ന സ്റ്റേറ്റ്, അല്ല മീഡിയ എന്ന സ്റ്റേറ്റ്, നല്ല രീതിയിൽ, പിന്നെ ബ്യൂറോക്രസി എന്ന സ്റ്റേറ്റ്, അതിൽ ആ മീഡിയ എന്ന് പറയുന്ന 4th എസ്റ്റേറ്റ് അവര് ധന്യമായാൽ ഏത് തെറ്റുകളും പുറത്തേക്ക് വരും, ഏത് ശരികളും അഭിനന്ദിക്കപ്പെടും, ഏത് നന്മകളും നിലനിൽക്കും, ഏത് തിന്മകളും വൈപ്പൗട്ട് ചെയ്യും. ആ പത്രമാധ്യമ ധർമ്മം അവരിൽ ഓരോരുത്തരും ചെയ്യട്ടെ. എല്ലാ പത്രത്തിലുള്ളവർക്ക്, ഇപ്പൊ മാതൃഭൂമിയിലുള്ളവർക്ക് ശ്രീ വീരേന്ദ്രകുമാർ UDFന്റെ ആളാണ്, ചിലതിനെ പുകഴ്ത്തേണ്ടി വരും. ധൈര്യമടിച്ച് ചെയ്യട്ടെ. ദേശാഭിമാനി ഇടതുപക്ഷത്തിന്റെയാണ്, ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെ പുകഴ്ത്തേണ്ടി വരും. ധൈര്യമടിച്ച് ചെയ്യട്ടെ. ജന്മഭൂമി BJPയുടെയാണ്, രാജഗോപാലിനെയും BJPയെയും പുകഴ്ത്തേണ്ടി വരും. ധൈര്യമടിച്ച് ചെയ്യട്ടെ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യട്ടെ. സത്യസന്ധമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നവനും വായിക്കുന്നവനും തോന്നും ഇവർ യഥാർത്ഥത്തിലുള്ള കാര്യമാണ് പ്രസന്റ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ സംഭവിക്കട്ടെ
എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്നു. ഓരോ ദിവസവും കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോഴും വസ്തുതകൾ കാണുമ്പോഴും നമ്മുടെ രാഷ്ട്രം ധന്യമാവാതിരിക്കില്ല. കേന്ദ്രത്തിൽ ഭരിക്കുന്നവര് ഈ ഭാരതത്തെ ലോകം മുഴുവനും അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്നവര് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് കേരളം ഭരിക്കട്ടെ. ഇനിയും എത്രയോ കാലം അവർ കേരളത്തിൽ നിലനിൽക്കട്ടെ. ബംഗാളിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയ മാതിരി ആകാത്ത വിധത്തിൽ എല്ലാ ജനതയ്ക്കും തുല്യ നീതി നൽകിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിലും ഒരേപോലെ ആദരവ് കാണിച്ച് നിലനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും, എന്തായാലും അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഒരു മുഖ്യമന്ത്രിയും പാർട്ടിയും മാറട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞാ ദിവസമാണ്. ഈ സത്യപ്രതിജ്ഞ ധന്യമായി 30,000 പേര് അകത്തും പുറത്തു നിന്നും വീക്ഷിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഈ ഇലക്ഷന്റെ റിസൾട്ട് ധന്യതയിലേക്കുള്ള ഒരു യാത്രയായിട്ട് തോന്നട്ടെ. പ്രണാമം, നമസ്കാരം.